എന്തിനീ എന്നിട്ട് ഈ പറന്ന് എന്നോട് പറഞ്ഞ ഞാൻ എന്ത് പറയാനാ? ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അതിന്റെ ഇടയിൽ എവിടെയോ കിടന്ന് തമ്മേണ്ട പറമ്പിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ അതിന്റെ ഇടയിൽ ചാടി വീഴുന്നു. ഞാൻ എങ്ങനെ അറിഞ്ഞ്? അങ്ങോട്ടുള്ള സ്വഭാവം അറിയാമല്ലോ. വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ തെറ്റ് മുഴുവൻ എനിക്ക്. അത് കൊള്ളാമല്ലോ, നന്നായി. എന്നിട്ട് എന്താ ഇവിടെ കിടന്ന് കുറെ എന്തൊക്കെ എന്നെയും ചീത്ത വിളിച്ചിട്ട് പോയി. ഇത് ആ മനുഷ്യൻ ഇനിയിപ്പോ ഇന്നലെ എന്തോ അവരെന്തോ പിടിച്ച് ഇടിച്ചെന്നാ കുത്തിന്നാ ഭിത്തിയിൽ ചേർത്തെന്നൊക്കെ പറയുന്ന കേട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഇനി അതിന്റെ പേരിൽ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ആ പെണ്ണിന്റെ കമ്മല് പോയി എന്ന് പറഞ്ഞത്. നന്നായി പോയുള്ളൂ കമ്മല് പോയെങ്കിൽ. മുക്കാപ്പാവൻ വരുമെന്ന് പറഞ്ഞു. നല്ല പൈസയാവും. അവരെന്തായാലും അമ്മേനെ സംശയിക്കത്തുള്ളൂ അല്ലേ? ദേടാ എന്നെ സംശയിക്കുന്നത്. എന്നെ എന്തിനാ സംശയിക്കുന്നത്? ഞാൻ അവരുടെ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഞാൻ എന്റെ പെരക്കകത്തിരിക്കുന്നത്, എന്റെ പെരക്കകത്ത്. ആർക്കറിയാം, അവർക്ക് ഉറപ്പൊന്നുമില്ല. എന്നിട്ടും ഇവള് എന്നെ ഇവിടെ വന്നല്ലോ, എന്നെ ഇനി പറയാനൊന്നുമില്ല. എന്നെയും ക്ലീറ്റോനെ നിന്നെയും പറഞ്ഞു. നിന്നെയും പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി അവരുടെ വീട്ടിൽ ചെന്ന് ഇത് സർവത്ര ലോകത്ത് മുഴുവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത് അവളുടെ കാലിൽ കമ്മലില്ലാന്ന്. എന്നിട്ട് രാത്രി ഇവിടെ വന്നു. എന്റെ സ്വഭാവത്തിന് ലൈറ്റ് പോലും ഇട്ട് കൊടുക്കണ്ടാത്തതാ ഞാൻ. എന്റെ കമ്മലുണ്ട്. എനിക്ക് എന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ അറിയാം. അല്ലാതെ ഞാൻ ഇങ്ങനെ ആൾക്കാരെ ചീത്ത വിളിച്ച് തെറി വിളിച്ച് നടക്കല്ല. നാണക്കേടായെന്നുള്ളതാണ് സത്യം. ഇനി അറിയാൻ ആരുമില്ല. ഇതെന്താ സംഭവം എന്നറിയാമോ? എന്നെയും ലില്ലീനെയും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം. അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല. അവക്കും കൂടി വേണ്ടിയിട്ടാ ഞാനിവിടെ പൊരുതുന്നത്. പൊരുതുന്നുണ്ട്. അല്ല, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നീ ഒന്ന് പറഞ്ഞ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരാൾ വന്ന് ചീത്ത വിളിച്ച് നമ്മൾ അങ്ങനെ പുറത്തെ അടിക്കാൻ അങ്ങനെ നോക്കിയിരിക്കേണ്ട സ്വഭാവം അവൾക്ക് എന്താ വിചാരം എന്നറിയാമോ? അവളുടെ കൂടെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അതിലും വലിയ രാഷ്ട്രീയക്കാരൻ ഇവിടെ ഉണ്ട്, അതിലും വലിയൊരു പോലീസുകാരൻ ഇവിടെ ഉണ്ട്. നീ ഉള്ളതില്ലാത്തത് കണക്കാണ്, വേറെ കാര്യം. അതൊക്കെ പോട്ടെ. നമ്മുടെ കുടുംബം എന്താ? നമ്മുടെ അച്ഛനാരാ? നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ശത്രുക്കളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളതാണ് നമ്മുടെ പൂർവ്വകാലത്തുള്ള ആൾക്കാരൊക്കെ. ആ പാരമ്പര്യം എനിക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാനങ്ങ് ധരിച്ചോളാം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ മഹിമയെ പറ്റി ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് കേട്ടോണ്ട് വരാം. എന്ത് രാവിലെ എഴുന്നേറ്റത്? അല്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണല്ല. അങ്കിളെ, അവരെന്നെ പിടിച്ചിട്ട് അടിക്കൂ. ഇന്നലെ ഞാൻ രാത്രി വരാന്തയിലിരുന്ന് മൊബൈല് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ അവര് വന്നപ്പോ ഞാൻ വിചാരിച്ചു അവരെന്നെ പണിയാൻ വന്നാണെന്ന്. അവര് കമ്മലെപ്പം വന്നതാ. ഭാഗ്യം. വേണ്ട. ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല. ശരിക്കും എല്ലാത്തിന്റെയും കൂടെ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാ. നിന്റെ എന്ത് കാര്യത്തിനാണ് കൂടെ നിൽക്കാത്തത്? ഇപ്പൊ എന്തിനാ നിന്നത്? എന്നെ കുറ്റപ്പെടുത്താനല്ലേ നീ ഇപ്പൊ വന്നത്? നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ കുടുംബശ്രീയുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മഹിമ വിളമ്പുന്നു, അത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എതിർത്ത് പറയണോ? നമ്മുടെ കുടുംബം മോശം എന്ന് പറയണോ, അല്ല കുടുംബശ്രീ മോശം എന്ന് പറയണോ? എന്താ? എനിക്ക് ചിരി വന്നില്ല. എനിക്ക് നിന്റെ കണ്ടി ചിരിയായത് ഉണ്ടാക്കാനായിട്ട് ആ സാദാസിന്റെ വീട്ടിലൊക്കെ വിളിച്ചു വെച്ചേക്കണം. എന്താ പ്രശ്നം? അവന്റെ ഭാര്യയ്ക്കും കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും വഴക്കുണ്ടാക്കാത്ത ആൾക്കാരല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. സഹായദാസിന്റെ ഭാര്യനെയൊക്കെ. സഹായദാസ് അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അമ്മയെ നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ 24 മണിക്കൂറും കേൾക്കുന്നില്ലേ? എനിക്ക് പിന്നെ അവളെ അറിഞ്ഞൂടല്ലോ. അവനറിയാമല്ലോ, ചുമ്മാ മൈൻഡ് ചെയ്യാൻ പോയിട്ട്.